ഞാനും അമ്മയും ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഭൂരിഭാഗം ഓർമ്മകളും ബാംഗ്ലൂരിലല്ല. എൻ്റെ അമ്മയുടെ കുടുംബത്തിൻ്റെ പഴയ തറവാട് വീടുണ്ട് നാട്ടിൽ, ഒരു ചെറിയ അമ്പലത്തിൻ്റെയും അതിനോട് ചേർന്നുള്ള കാവിൻ്റെയും അടുത്തായി. ആ വീട് എനിക്ക് വെറും ഒരു പഴയ വീടായിരുന്നില്ല. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അവിടെ ഓടിക്കളിച്ചതും മുറ്റത്തിരുന്ന് അമ്മൂമ്മയോട് കഥകൾ കേട്ടിരുന്നതും അമ്പലത്തിലെ ഉത്സവത്തിന് കാവിൻ്റെ അടുത്തേക്ക് പോയിരുന്നതുമൊക്കെ ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ ആരും താമസിക്കാതെയായി. അമ്മാവനായിരുന്നു അവസാനമായി അവിടെ താമസിച്ചിരുന്നത്. അമ്മാവൻ മരിച്ചതിനു ശേഷം അമ്മായിയും മക്കളും നാട്ടിലെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി. അതോടെ തറവാട് വീട് പൂട്ടിയിട്ടു. പിന്നെ വർഷങ്ങളോളം ആ വീട് അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് മാത്രം ആ വീടിനോട് വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഒരിക്കലെങ്കിലും ആ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കണമെന്ന് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരവധിക്ക് ഞങ്ങൾ നാട്ടിലെത്തിയത്. ഞാൻ അമ്മയോട് എൻ്റെ ആഗ്രഹം പറഞ്ഞു. ആദ്യം അമ്മയ്ക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ നിർബന്ധിച്ചതോടെ അവസാനം സമ്മതിച്ചു. അടുത്ത ദിവസം ഞാനും അമ്മയും കൂടി തറവാട് വീട്ടിലെത്തി. വാതിൽ തുറന്നപ്പോൾ തന്നെ വർഷങ്ങളായി അടഞ്ഞുകിടന്ന വീടിൻ്റെ പഴയ മണം മൂക്കിലേക്ക് അടിച്ചു. ജനലുകളൊക്കെ തുറന്നു. പൊടി പിടിച്ചിരുന്ന മുറികൾ വൃത്തിയാക്കി. പഴയ കട്ടിലും അലമാരയും ഒക്കെ തുടച്ചു. വൈകുന്നേരമായപ്പോഴേക്കും താമസിക്കാൻ പറ്റുന്ന രീതിയിൽ മുറികൾ വൃത്തിയാക്കി. അന്ന് രാത്രി അവിടെ കിടക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു. കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച അതേ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഉറങ്ങാൻ പോകുന്നു. രാത്രി എപ്പോഴോ ഉറക്കം വന്നു. പെട്ടെന്ന് എന്തോ വീണ ശബ്ദം കേട്ടാണ് ഞാൻ ഉണർന്നത്. ആദ്യം ഞാനത്ര കാര്യമാക്കിയില്ല. കാറ്റുകൊണ്ട് എന്തെങ്കിലും വീണതായിരിക്കുമെന്ന് കരുതി വീണ്ടും കിടന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ശബ്ദം കേട്ടു. ഇത്തവണ ശബ്ദം വന്നത് എൻ്റെ മുറിയുടെ പുറത്തു നിന്നായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ഫോൺ എടുത്തു. അമ്മ മറ്റൊരു മുറിയിലായിരുന്നു. ഫോണിൻ്റെ ടോർച്ച് ഓൺ ചെയ്ത് ഞാൻ പതുക്കെ വാതിൽ തുറന്നു. ഹാളിൽ ആരുമില്ല. പക്ഷേ വീടിൻ്റെ അവസാനം വർഷങ്ങളായി തുറക്കാത്ത ഒരു മുറിയുടെ വാതിൽ മാത്രം ചെറുതായി തുറന്നു കിടക്കുകയായിരുന്നു. ആ മുറി നേരത്തെ ഞങ്ങൾ വൃത്തിയാക്കിയിരുന്നില്ല. എന്തുകൊണ്ടോ ആ വാതിലിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അകത്ത് പോകണമെന്നൊരു തോന്നൽ ഉണ്ടായി. ഞാൻ പതുക്കെ അടുത്തേക്ക് നടന്നു. വാതിൽ കുറച്ചുകൂടി തുറന്നു. അകത്ത് പഴയ പെട്ടികളും തുണിയിൽ പൊതിഞ്ഞ സാധനങ്ങളും പൊടി പിടിച്ച അലമാരയും ഒക്കെ ഉണ്ടായിരുന്നു. ടോർച്ച് ചുറ്റും അടിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. അപ്പോഴാണ് ഒരു പഴയ ഫോട്ടോ എൻ്റെ കണ്ണിൽ പെട്ടത്. ഞാൻ അതെടുത്തു. ഫോട്ടോയിൽ ചെറുപ്പക്കാരനായ എൻ്റെ അമ്മാവൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ടോർച്ചിൻ്റെ വെളിച്ചം വീണപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ ഏതാണ്ട് താഴെ വീണുപോയി. കാരണം ആ പെൺകുട്ടിക്ക് എൻ്റെ മുഖവുമായി അതിശയകരമായ സാമ്യമുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഫോട്ടോ നോക്കി. പിന്നെ തീയതി നോക്കി. അതെൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോ ആയിരുന്നു. ഇത് ആരാണ് എന്ന് ഞാൻ സ്വയം ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ പിന്നിൽ നിന്ന് വളരെ ചെറിയൊരു ശബ്ദം കേട്ടത്. ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവിടെ ആരുമില്ല. അമ്മയാണെന്ന് കരുതി ഞാൻ പുറത്തേക്ക് വരാൻ തിരിഞ്ഞു. പക്ഷേ ടോർച്ചിൻ്റെ വെളിച്ചം നേരെ മുന്നിലുള്ള പഴയ കണ്ണാടിയിൽ പതിച്ചു. കണ്ണാടിയിൽ ഞാൻ മാത്രമായിരുന്നില്ല. എൻ്റെ പിന്നിൽ കുറച്ചകലെയായി നീണ്ട മുടി മുഖത്തിന് മുന്നിലേക്ക് വീണ നിലയിൽ ഒരു പെൺരൂപം നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരുമില്ല. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ഇത്തവണ കണ്ണാടിയും ശൂന്യമായിരുന്നു. അവിടെ നിന്നാണ് എനിക്കാദ്യമായി മനസ്സിലായത് ആ രാത്രി ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നെന്ന്. കണ്ണാടിയിൽ ആ രൂപം കണ്ട നിമിഷം എൻ്റെ ശരീരം മുഴുവൻ മരവിച്ചു പോയ പോലെ തോന്നി. ഒരു നിമിഷം പോലും അനങ്ങാൻ കഴിഞ്ഞില്ല. ടോർച്ച് പിടിച്ചിരുന്ന എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. തൊണ്ട പെട്ടെന്ന് വരണ്ടുപോയി. എത്ര ശ്രമിച്ചിട്ടും ഒരു വാക്ക് പോലും പുറത്തേക്ക് വന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും പതുക്കെ തിരിഞ്ഞു നോക്കി. പിന്നിൽ ആരുമില്ല. വാതിൽക്കൽ നിന്ന് മുറിയുടെ അറ്റം വരെ ഞാൻ ടോർച്ചിൻ്റെ വെളിച്ചം ഓടിച്ചു നോക്കി. ആരുമില്ല. പക്ഷേ അവിടെ ആരെങ്കിലും നിന്നിരുന്നത് പോലെ ഒരു തണുപ്പ് മാത്രം. ഞാൻ ഫോട്ടോ കയ്യിൽ മുറുകെ പിടിച്ചു. അമ്മേ, വളരെ പതുക്കെ വിളിച്ചു. ശബ്ദം പുറത്തേക്ക് വന്നത് എനിക്ക് തന്നെ കേൾക്കാത്തത്ര താഴ്ന്നതായിരുന്നു. വീണ്ടും വിളിക്കാൻ ശ്രമിച്ചപ്പോൾ തൊണ്ടയിൽ നിന്ന് ശബ്ദം കുടുങ്ങി. അപ്പോൾ പെട്ടെന്ന് കണ്ണാടിയുടെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ശബ്ദം കേട്ടു. ഞാൻ അവിടേക്ക് നോക്കി. കണ്ണാടി അതേപടി. പക്ഷെ അതിൻ്റെ താഴെ നിലത്ത് എന്തോ കിടക്കുന്നത് കണ്ടു. ഞാൻ ടോർച്ച് അവിടേക്ക് അടിച്ചു.
അത് ഒരു പഴയ മരപ്പെട്ടിയുടെ മൂടിയായിരുന്നു. കാറ്റുകൊണ്ട് വീണതാകുമെന്ന് കരുതി ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചു. ഒന്നുമില്ല എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ആ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ശബ്ദത്തിൽ എനിക്ക് തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ പിന്നിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം കേട്ടത്. വളരെ പതുക്കെ, ഒരു പെൺകുട്ടി ആരെയോ വിളിക്കുന്നത് പോലെ. ഞാൻ അവിടെ തന്നെ നിന്നുപോയി. എൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കാൻ തുടങ്ങി. ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. കാരണം ആ ശബ്ദം വന്നത് എവിടെ നിന്നാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്നാണ്. എൻ്റെ കയ്യിലെ ഫോൺ വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി. ഇത്തവണ ഫോൺ വിറച്ചതല്ല, എൻ്റെ കൈയായിരുന്നു വിറച്ചത്. ഞാൻ കണ്ണടച്ച് ഒരു നിമിഷം നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് പതുക്കെ തിരിഞ്ഞു നോക്കി. കണ്ണാടിയിൽ വീണ്ടും ആ പെൺരൂപം. ഇത്തവണ അവൾ എന്നെ നോക്കുന്നതായി തോന്നി. മുഖം മുഴുവൻ മുടി മറച്ചിരുന്നു. ഞാൻ പെട്ടെന്ന് പിന്നിലേക്ക് നോക്കി. ഒന്നുമില്ല. വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. അവളുമില്ല. എൻ്റെ ശ്വാസം വേഗത്തിലായി. ഇനി അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. ഹാളിലെത്തിയപ്പോഴേക്കും എൻ്റെ ശ്വാസം വല്ലാതെ കിതച്ചിരുന്നു. ഞാൻ നേരെ അമ്മയുടെ മുറിയിലേക്ക് ഓടി. അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അമ്മയെ വിളിച്ചുണർത്തി. അമ്മേ, ആ മുറിയിൽ ആരോ ഉണ്ടായിരുന്നു. അമ്മ കണ്ണു തുറന്ന് എന്നെ നോക്കി. എന്താ, നീ വല്ല സ്വപ്നവും കണ്ടതാണോ? അല്ല അമ്മേ, ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞ് ഞാൻ ഫോട്ടോ അമ്മയുടെ മുന്നിലേക്ക് നീട്ടി. അമ്മ ഫോട്ടോ വാങ്ങി നോക്കി. ഇതാരാ അമ്മ? അമ്മ ആ ഫോട്ടോയിലേക്ക് നോക്കി. ഇത് നിന്റെ അമ്മാവനും അമ്മായിയുമല്ലേ? ഞാൻ പെട്ടെന്ന് ഫോട്ടോയിലേക്ക് നോക്കി. അമ്മായിയാണോ? ഞാൻ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. അമ്മേ, അതല്ല ഞാൻ പറയുന്നത്. ഫോട്ടോയിൽ നോക്ക്. അമ്മാവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയെ നോക്ക്. അമ്മ വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി. എന്താ, അത് എന്നെപ്പോലെയല്ലേ? അമ്മ എന്നെ നോക്കി. പിന്നെ ഫോട്ടോ നോക്കി. പിന്നെയും എന്നെ നോക്കി. നിനക്കെന്താ പറ്റിയത്? ഇത് നിന്റെ അമ്മാവനും അമ്മായും തന്നെയല്ലേ? ഞാൻ ഫോട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങി. അവിടെ അമ്മാവിൻ്റെ അടുത്ത് നിൽക്കുന്നത് അമ്മായി തന്നെയായിരുന്നു. സാധാരണ പഴയൊരു കുടുംബ ഫോട്ടോ. പക്ഷേ 5 മിനിറ്റ് മുമ്പ് ഞാൻ ആ മുറിയിൽ നിന്ന് എടുത്തപ്പോൾ ആ ഫോട്ടോയിൽ നിന്നത് ഞാൻ തന്നെയായിരുന്നു. എൻ്റെ അതേ മുഖം, അതേ മുടി, അതേ കണ്ണുകൾ. അപ്പോൾ ഞാൻ അമ്മയോട് ഒന്നും പറഞ്ഞില്ല. കാരണം അമ്മ വിശ്വസിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ ആ രാത്രി എനിക്കുറങ്ങാൻ കഴിഞ്ഞില്ല. കിടക്കയിൽ കണ്ണടച്ചാലും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് ആ കണ്ണാടിയായിരുന്നു. അതിനു മുന്നിൽ നിന്നിരുന്ന ആ രൂപവും. ഏറ്റവും ഭയപ്പെടുത്തിയത് മറ്റൊന്നായിരുന്നു. ആ ഫോട്ടോ ഞാൻ മുറിയിൽ നിന്ന് എടുത്തപ്പോൾ അതിൽ ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ അമ്മയുടെ കയ്യിൽ അത് വെറും അമ്മാവൻ്റെയും അമ്മായിയുടെയും പഴയ ഫോട്ടോ മാത്രം. അടുത്ത ദിവസം രാവിലെ ഞാൻ വീണ്ടും ആ മുറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇത്തവണ അമ്മയും കൂടെ കൂട്ടി. രാത്രിയിൽ നടന്നതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് തന്നെ സംശയം തോന്നി. ഞാൻ ശരിക്കും ആ മുറിയിൽ പോയിരുന്നോ? അതോ ഉറക്കത്തിൽ എണീറ്റ് നടന്നതാണോ? ഒരുപക്ഷെ ഞാൻ കണ്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നോ? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പകൽ സമയത്ത് വീണ്ടും ആ മുറിയിലേക്ക് പോയത്. ഇത്തവണ മുറിയിലേക്ക് കയറുമ്പോൾ എനിക്ക് രാത്രിയിലേതുപോലെ പേടിയൊന്നും തോന്നിയില്ല. ജനലിലൂടെ നല്ല വെളിച്ചം വരുന്നുണ്ടായിരുന്നു. പഴയ പെട്ടികളും അലമാരയും സാധനങ്ങളുമൊക്കെ അവിടെ തന്നെയുണ്ട്. ഞാൻ ഓരോന്നായി നോക്കി. കണ്ണാടിയും അവിടെ തന്നെയുണ്ട്. പക്ഷേ ഒന്നും അസ്വാഭാവികമായി തോന്നിയില്ല. രാത്രിയിൽ ഞാൻ കണ്ടതുപോലെ ഒരു രൂപമോ മറ്റെന്തെങ്കിലും അടയാളമോ ഒന്നുമില്ല. അമ്മയുടെ കയ്യിൽ ഞാൻ കാണിച്ച ഫോട്ടോയും ഇനി എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അത് വീണ്ടും എടുത്തു നോക്കിയപ്പോൾ അത് അമ്മാവിൻ്റെയും അമ്മായിയുടെയും പഴയ ഫോട്ടോ തന്നെ. ഞാൻ കുറച്ചു നേരം ആ ഫോട്ടോ നോക്കി നിന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കണ്ടത് എന്തായിരുന്നു? എനിക്ക് തന്നെ മനസ്സിലായില്ല. ഒരു പക്ഷേ ഞാൻ ശരിക്കും ഉറക്കത്തിൽ എഴുന്നേറ്റ് ആ മുറിയിലേക്ക് പോയതായിരിക്കുമോ? ഉറക്കത്തിനിടയിൽ കണ്ട ഏതെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് തോന്നിയതായിരിക്കുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ ചിരി വന്നു. പക്ഷേ ആ ചിരിക്ക് അധിക നേരം ആയുസ്സുണ്ടായിരുന്നില്ല. കാരണം ആ മുറിയിൽ കുറച്ചു നേരം കൂടി നിൽക്കാൻ എനിക്ക് മനസ്സുണ്ടായില്ല. എന്തോ ഒരു കാരണമില്ലാത്ത അസ്വസ്ഥത. അത് പേടിയാണോ വെറുമൊരു തോന്നലാണോ എന്ന് പോലും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പോകാം. അമ്മയും അതിന് സമ്മതിച്ചു. അന്ന് രാവിലെ തന്നെ ഞങ്ങൾ തറവാട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നാട്ടിലെ അമ്മായിയുടെ പുതിയ വീട്ടിലേക്ക് പോയി.
2 ദിവസം അവിടെ നിന്നു. എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചുപോയി. ഞാനും ആ രാത്രിയെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അതിൻ്റെ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നം മാത്രമായിരിക്കാം എന്ന് ഞാൻ വിശ്വസിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.